ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നല്ല മഴയാണല്ലേ. അങ്ങനെ നമ്മൾ ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്കിന്നൊരു ചതുരപ്പുളി അച്ചാറിടാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ചതുരപ്പുളി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് ആരെങ്കിലും ഇട്ട് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ചതുരപ്പുളി എനിക്ക് കഴിഞ്ഞ ദിവസം ചേച്ചി കൊണ്ടു തന്നതാണ്, ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചതുരപ്പുളി ഞാൻ വൃത്തി കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് വെള്ളം തുടച്ചെടുക്കാം. അച്ചാറിടുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്നതല്ലല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് ചിലരിത് സ്റ്റാറായിട്ട് ഇങ്ങനെ ചതുരത്തിൽ തന്നെ അരിഞ്ഞെടുക്കാറുണ്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഇത് വലിയ പുളിയല്ലേ, അപ്പോൾ അങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കുമ്പോൾ ഒരു ഏതോ ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം വൃത്തിയാക്കിയിട്ട് കഴുകി അതിൻ്റെ നാരൊക്കെ സൈഡിലത്തെ കളഞ്ഞിട്ട് ചതുരങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തു. അപ്പോൾ നമുക്കൊരു വലിയ 2 അല്ലിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറിന് ആവശ്യത്തിനുള്ളത് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ വലിയ സ്റ്റാർ പോലെ തന്നെ കിടക്കുമ്പോൾ അത് കുഴഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. അച്ചാർ വെറും കുഴഞ്ഞിരുന്നാൽ രുചി ഉണ്ടാവില്ല. 1-2 അല്ലിയായിട്ട് എടുത്ത് കൂട്ടാൻ കിട്ടിയാൽ അതല്ലേ കൂടുതൽ നല്ലത്. അങ്ങനെ നമ്മുടെ ചതുരപ്പുളി എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി വേണം, കുറച്ച് നല്ലെണ്ണ വേണം, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി, ഒരു മുഴുത്ത കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കരിയാപ്പില, 2 പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുകും, ഒരു 1/4 സ്പൂൺ ഉലുവയും ഒരു 1/2 സ്പൂൺ കടുകും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ചുമക്കുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. അത് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം. പിന്നെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായി വന്നപ്പോഴത്തേനും കുറച്ച് കടുകും കുറച്ച് ഉലുവ ഇട്ടിട്ട് ബാക്കി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അതിലിട്ടു. അതൊന്ന് വാട്ടി അതിൻ്റെ വെള്ളമയമൊക്കെ പോയി പച്ചമണമൊക്കെ മാറി വരുമ്പം കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ആ കരിയാപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി കിടന്നൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യമുള്ള മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തു. ആ മുളക് പൊടി ഒന്ന് റെഡിയായി ബ്രൗൺ നിറമായി വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. കുറച്ച് ഉപ്പുകല്ലും ഇട്ടിട്ടുണ്ട്. അതിനാവശ്യമുള്ള ഉപ്പുണ്ട് കേട്ടോ. അത് രണ്ടും ഒന്ന് സെറ്റായി തിക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ നക്ഷത്രപ്പുളി, അതായത് ചതുരപ്പുളി, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉലുവയും കടുകും കൂടെ പൊടിച്ച് ഒരു 1/2 സ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ ഇതിന് മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ചതുരപ്പുളിക്ക് അധികം പുളിയില്ല. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നതെല്ലാം കറക്റ്റ് ആകുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി പഞ്ചസാരയോ ശർക്കരയുടെ കഷ്ണം എന്തെങ്കിലും ഇട്ടേനായിരുന്നു. നോക്കുമ്പോൾ നല്ല കറക്റ്റ്, അധികം പുളിയില്ല, നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു അച്ചാറാണ്. നമുക്ക് തൊട്ട് കൂട്ടാൻ കണക്കിന്. ഇതിങ്ങനെ കോപ്പയ്ക്കകത്ത് വെച്ചെങ്കിലും ഞാൻ ഭരണിക്കകത്താക്കിയപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചതുരപ്പുളി കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെല്ലാം എന്നോട് പറയണേ. വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ദിവസം കാണാം.